ഈ തംബ്നെയിൽ കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തിൽ തന്നെ പറഞ്ഞതാണ്. രാജീവ് ചന്ദ്രശേഖറും കിറ്റക് സാബുവും ഉടനെ തന്നെ രാഷ്ട്രീയം വിടാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് BJP-യിലേക്ക് പോകുന്നതിന് മുമ്പ് കിറ്റക് സാബുവിൻ്റെ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടപ്പോൾ തന്നെ വലിയ ഗൗരവത്തോടുകൂടിയല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അത് ആതിര ഡി നായർ മുതൽ അഞ്ജലി വരെയുള്ള നിരവധി സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോഴൊക്കെ തന്നെ അത്തരത്തിലൊരു തമാശയായി കരുതുകയാണ് എന്നാണ് നമുക്ക് തോന്നിയത്. അതവിടെ നിന്നോട്ടെ, കാരണം എന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു നിലപാട് അദ്ദേഹം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് ഈ രാഷ്ട്രീയം മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഈ പാർട്ടി കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള സ്ത്രീ തന്നെ വിട്ടുപോവുകയും അദ്ദേഹം ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ വീറോടെ വന്ന് വർത്തമാനം പറയുന്നുണ്ടെങ്കിലും അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു മടുപ്പ് അദ്ദേഹത്തിൽ കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിൽ വേണമെങ്കിൽ തൻ്റെ കൂടെയുള്ള ഒരു പാർട്ടിയെ BJP-യിലേക്ക് ലയിപ്പിക്കാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പരിശ്രമമാണോ ഇതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അടുത്തയാൾ രാജീവ് ചന്ദ്രശേഖരാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഥവാ അദ്ദേഹം രാഷ്ട്രീയം വിടാതിരിക്കണമെങ്കിൽ സംഭവിക്കേണ്ട ഒരു കാര്യം നേമത്ത് അദ്ദേഹം ജയിക്കണമെന്നുള്ളതാണ്. പക്ഷേ ജയിക്കാനുള്ള സാധ്യതയും വളരെ വിദൂരമാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആദ്യം ജയിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് കഴക്കൂട്ടമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം V മുരളീധരൻ കഴിഞ്ഞ 4-5 കൊല്ലങ്ങളായി അവിടെ തന്നെ കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അവിടെ ജയിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ അത്രത്തോളം സാധ്യത പോലും നേമത്തില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ 2 മണ്ഡലങ്ങളിലും വലിയ സാധ്യതയുണ്ട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിച്ചു കളയാതെ എനിക്കിത് കണക്കുകളൊന്നും അറിയാത്തതാണ്. കണക്കുകളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നേമത്തും വട്ടിയൂർക്കാവിലുമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം BJP ഉണ്ടാക്കിയത്. 2 സ്ഥലത്തും 5000-ലധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞിരുന്നു BJPക്ക് എന്നുള്ള വാസ്തവമാണ്. അവിടെ പക്ഷേ വട്ടിയൂർക്കാവിൽ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെ ആകെ തെറ്റിപ്പോയി. കാരണം അത് ശ്രീലേഖ IPS-നെയാണ് നിർത്തിയിട്ടുള്ളത്. അവർ വെറുതെ ഡാൻസൊക്കെ കളിച്ച് വഴിയിലൂടെ നടക്കായിരുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 5000-ലധികം വോട്ടുകൾ കിട്ടിയ മറ്റൊരു മണ്ഡലം നേമമാണ്. കൂടാതെ കഴിഞ്ഞ ലോക്സഭയിലേക്കുള്ള മത്സരത്തിലും 66,000-ഓളം വരുന്ന വോട്ടുകളൊക്കെ നേടിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ഉറപ്പായും BJP ജയിക്കേണ്ട ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ ശിവൻകുട്ടി വന്ന് മത്സരിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരുന്നുകൂടാ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു മണ്ഡലങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട്, അവിടെ ജയിക്കാനുള്ള സാധ്യത ശോഭാ സുരേന്ദ്രൻ തന്നെ തല്ലിക്കെടുത്തി എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ തൃശ്ശൂരിൽ പത്മജ ജയിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സഭകളൊക്കെ തന്നെ BJPക്ക് എതിരാണ്. FCR നിയമവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണ് സഭയ്ക്കുണ്ടായിട്ടുള്ളത്. അത് നമുക്ക് ഷോൺ ജോർജിൻ്റെ വാക്കുകളിൽ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇതെല്ലാം കൂടാതെ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഇപ്പോൾ മഞ്ചേശ്വരത്ത് ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ KM അഷ്റഫ് തന്നെ ജയിക്കും. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മണ്ഡലങ്ങളിലൊക്കെയുള്ള പ്രതീക്ഷകൾ തന്നെ BJPക്ക് കൈവിട്ടിരിക്കുന്നു. ഇനി അതൊന്നുമല്ലെങ്കിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ BJPക്ക് ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ വർധനമുണ്ടാക്കാൻ കഴിയണം. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് 19.7% വോട്ടുകളും 38 ലക്ഷത്തിലധികം വോട്ടുകളും സമാഹരിച്ചൊരു പാർട്ടിയാണ് BJP എന്നുള്ളത് മറന്നു പോകരുത്. പക്ഷേ അത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ 15% താഴെയാവുകയും അതുപോലെ തന്നെ അവരുടെ വോട്ടെന്ന് പറയുന്നത് 31.7 ലക്ഷത്തോളം വരുന്ന വോട്ടുകളായി മാറുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ വോട്ടുകളുടെ കാര്യത്തിൽ വലിയ കുറവുണ്ടായി. അതിനേക്കാൾ കുറവിലേക്കായിരിക്കും ഇത്തവണ BJP പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത് ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണനെ പോലെ വിവേക് ഗോപനെ പോലെയൊക്കെയുള്ള നിരവധി ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണമെന്നറിയാതെ ഉഴലിയിട്ടുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഇനി ബാംഗ്ലൂരേക്ക് തിരിച്ചു പോയി ജൂപ്പിറ്റർ ക്യാപിറ്റലുമായി പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. കിറ്റക് സാബുവിനെ സംബന്ധിച്ചൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം ഈ പാർട്ടി കൊണ്ടു കിടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കൈനഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ തവണ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ തന്നെ എന്ന് പറയുന്നത് നിരവധി ആരോപണങ്ങൾ കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. കൂടാതെ NDA-യുമായി ചേർന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബലം ഏതാണ്ട് ഒരു 10-20% കുറഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരായിരിക്കുന്ന 67 പേരിൽ നിന്നൊക്കെ തന്നെ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഈ 2 പേരും അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഈ 2 പേരും തന്നെ രാഷ്ട്രീയം വിട്ടാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. രാഷ്ട്രീയം വിടാനാണ് സാധ്യത. ഇനി വിട്ടില്ലെങ്കിൽ പോലും BJP ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ തന്നെ നിർത്തുകയും BJP രാജീവ് ചന്ദ്രശേഖരനെ നിന്ന് പിൻവലിക്കാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം ഈ റിസൾട്ടിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം അദ്ദേഹം MLA എങ്കിലും ആയില്ലെങ്കിൽ
ഇനി ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിലേക്ക് നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയ പാളലുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് BJPയുടെ ഇന്നർ പൊളിറ്റിക്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പലപ്പോഴും രാജീവ് ചന്ദ്രശേഖർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, തന്ത്രങ്ങളിൽ അവരെടുത്തു വെച്ച ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ വികസനം നടപ്പിലാക്കും ഇവർ എന്നുള്ളതാണ്. അതൊന്നും ഈ കേരളത്തിൽ പറഞ്ഞ് പിടിച്ചേക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണങ്ങളോ രാഷ്ട്രീയമായിട്ടുള്ള സമരങ്ങളോ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനങ്ങളുടെ കുന്തമുനയാകാനോ ഒന്നും തന്നെ BJPക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും വളരെ ദാരുണമായി രാജീവ് ചന്ദ്രശേഖർ അത്തരം കാര്യങ്ങളിൽ, രാഷ്ട്രീയം പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പരാജയപ്പെടുന്നതാണ് നല്ലത്. പകരം അദ്ദേഹം എന്ത് ചെയ്തു, കുറേ പേരെ കൊണ്ട്, സുരേഷൊക്കെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ അവരെ കൊണ്ടൊന്നും ഇത് ഹാരി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പകരം സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സുരേന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ വീറും വാശിയോടുകൂടി അദ്ദേഹം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ അത്തരത്തിൽ കുറച്ചുകൂടി ക്രെഡിബിളായിട്ട് ആരോപണം ഉന്നയിക്കുകയും കുറച്ചുകൂടി സമരമുഖങ്ങളിൽ സാന്നിധ്യമാവുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ BJPക്ക് വലിയ സാധ്യത ഉണ്ടായേനെ. അല്ലാതെ BJPയുടെ പോസിറ്റീവായിട്ടുള്ള പ്രചരണം വലിയ തോതിൽ കേരളത്തെ പിടിച്ചുലക്കും, കേരളമാഹാ ഇനി ഇവർ വന്നാൽ വികസനം മാറാത്തത് മാറും എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടൊന്നും വലിയ താല്പര്യമുണ്ടാകും എന്നുള്ളത് നമുക്ക് വിചാരിക്കുക വയ്യ. അതുകൊണ്ട് ഇത്തവണയും തന്നെ BJP സംപൂജ്യരാവുകയും സംപൂജ്യനായി രാജീവ് ചന്ദ്രശേഖരൻ മിക്കവാറും ഇവിടെ നിന്ന് മടക്കി വിളിക്കുകയും ചെയ്യും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJP നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരാൾക്കൊരു ചാൻസ് കൊടുക്കും, ഒരൊറ്റ തവണ കൊണ്ട് അവർ പരാജയപ്പെട്ടാൽ പിന്നെ അടുത്ത ചാൻസ് ഒന്നുമില്ല, മിക്കവാറും അപ്പം തന്നെ തിരിച്ചു വിളിക്കാനാണ് പതിവ്. അത് കെ സുരേന്ദ്രൻ മാത്രമാണ് അതിൽ കുറച്ചെങ്കിലും പിടിച്ചിരുന്നത്. അതേസമയം ശ്രീധരൻപിള്ളയാണെങ്കിലും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനൊക്കെ ആണെങ്കിലും വിളിച്ച് ഗവർണറാക്കുകയും ആ ഗവർണറാക്കിയതിന് ശേഷം നമുക്കറിയാം ശ്രീധരൻപിള്ളയോടൊക്കെ കഥകൾ എഴുതിക്കൊള്ളാൻ പറയുകയും പുള്ളി ആ ഗവർണർ ഭവനിലിരുന്ന് ഏതാണ്ട് 200ഓളം കഥകൾ പൂർത്തിയാക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അൽഫോൺസ് കണ്ണന്താനം പോലെ, ജേക്കബ് തോമസിനെ പോലെ, ശ്രീധരനെ പോലെ നിരവധി ആളുകളെ അവർ ഇതുപോലെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യും, പിൻവലിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ പിൻവലിക്കാതിരിക്കണമെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു വോട്ട് പെർസെൻറ്റേജ് എങ്കിലും ഇവർക്ക് ഉണ്ടാവണം. അത് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം ഇപ്പോൾ 2020 എന്ന് പറയുന്നൊരു പാർട്ടി തന്നെ കഴിഞ്ഞ 2021 8 മണ്ഡലങ്ങളിൽ എറണാകുളം ജില്ലയിൽ മത്സരിക്കുകയും ഏതാണ്ട് 14% വരുന്ന വോട്ടുകൾ പിടിക്കുകയും ചെയ്തതാണ് അവർ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാർട്ടിയെ കൂടെ ചേർത്തിട്ട് പോലും ഇത്തവണ വലിയ തോതിൽ ഉള്ള വോട്ടിൽ കുറവാണ് BJPക്ക് ഉണ്ടാവുമെന്ന് വോട്ട് പെർസെൻറ്റേജിൽ. അതുകൊണ്ട് തന്നെ BJPയെ ഇത്തവണ ഈ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ വിട്ടുകളഞ്ഞാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല.